അപ്പൊ പുതിയൊരു വീഡിയോ. ഞാൻ നിന്ന് ഒരു താറാവിനെ മേടിച്ചു. അത് എന്റെ അനിയനും കൂടി വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് താറാവറി വേണമെന്ന് പറഞ്ഞു. അപ്പൊ താറാവറി വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ താറാവിനെ പോയി മേടിച്ചു. അതൊരു കഥയാണ്, അത് പിന്നെ പറയാം. അവർക്ക് മേടിച്ചിന് മുമ്പ് എല്ലാം പൊളിച്ച് സെറ്റാക്കി കുരുമുളകിൽ അരച്ച വെക്കണം. അതായത് പച്ച കളർ ചെയ്യും, കറി വെച്ച് കഴിയുമ്പോൾ പച്ച കളർ ചെയ്യും, വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി. അപ്പൊ ഞാൻ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ തന്നെ കുരുമുളക് വയ്ക്കുന്നത്. അപ്പൊ ഞാൻ നട്ട കുരുമുളക് ഇതാ ഈ കുരുമുളക് ഇത് പറിച്ചെടുക്ക്. പച്ചമുളക് പറിക്കാൻ പോയി. പച്ചമുളക് ഞാൻ തന്നെ നട്ട് വിളച്ച പച്ചമുളക്. പച്ചമുളക് പറിക്കുക. രണ്ട് പച്ചമുളക്. പച്ചമുളക് ഇത് വെറൈറ്റി പച്ചമുളക് അങ്ങനെ പച്ചമുളക്. ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്യാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കേസല്ലേ. ഇതിന് വേറെയുണ്ട്, ഇതിനകത്തില്ല. ഇനി അപ്പുറത്ത് വരെ നാടൻ പച്ചമുളകുണ്ട്. അപ്പൊ നാടൻ പച്ചമുളക് പറിക്കാം. ഈ കാന്താരിയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് കാന്താരി മുളക് കുരുമുളക് അതെല്ലാം കാന്താരി കണ്ട. അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് മൊത്തം കരിയിലേ, മൊത്തം കരികല്. അതിനകത്തെല്ലാം കരികലിട്ട് നിറച്ച് വെച്ചേക്കി. കരികലാണ് നമ്മളെ മെയിൻ സംഭവം. അപ്പം മണ്ണ് കുറവാണ്. മണ്ണെന്ന് വെച്ചാൽ പൂഴി ഇടുമ്പോൾ അടിച്ചേ, അത് പൂഴിയിൽ മണ്ണ് കുറവാണ്. അപ്പോൾ വേറെ കൂടുതൽ ഇത് കരികലാണ് ആശ്രയിക്കണം. ഇത് കണ്ട നിങ്ങളുള്ള പച്ചമുളക് വേറെ പഴുത്തുണ്ട് ഇരിക്കട്ടെ. അയ്യോ പോയ അത് വേണം കിളിക്കട്ടെ. ഈ കാന്താരി അമ്മ നട്ടു വെച്ച കാന്താരി അതുകൊണ്ട് കൊടുത്തു. കുരുമുളകൊക്കെ വീണ് പോയണ്ട. അതിന് വീണ് പറഞ്ഞിട്ട് ഒക്കെ വീണ് പോയ കുരുമുളക്. കുരുമുളക് വെച്ചാൽ വെച്ചിട്ടേ എത്തിക്കാണ്ട് അതിൻ്റെ മറിച്ചിട്ട് എടുക്കാണ്ട് പോയ സാധനമൊക്കെ ഒക്കെ പോടാ. നമുക്ക് സാധനം ഉണ്ടല്ലോ, സാധനം ഇഷ്ടമല്ല ആവശ്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവര് കാന്താരി ആദ്യം കാന്താരി പച്ചമുളക്. കാന്താരി തന്നെ ഇതല്ല, പച്ചമുളക് ആദ്യം ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതാക്കില്ലല്ലോ, കുഴപ്പമില്ല. വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മൾ എടുക്കുന്നത് വേപ്പല ശേഷം പച്ചമുളക് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് ഗ്രേവി എടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. നമുക്ക് നാടൻ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വേപ്പല അങ്ങനെ എടുക്കും. വേപ്പലിട്ട് ശേഷം കുറച്ച് സവാള അത്ര മതി. കാര്യം നമുക്ക് ബാക്കിയുള്ള ഗ്രേവിയൊക്കെ അതിനകത്ത് റെഡിയാക്കി വെക്കണോണ്ട് അത് മതിയത്. നമ്മൾ ലേശം മഞ്ഞപ്പൊടിയുടെ അടി കൊടുത്തിട്ടുണ്ട്. അതിന് ലേശം ഇത് മൂത്തൊന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ പേസ്റ്റ് ഏത് കൊണ്ടാണ് ഏകദേശം പച്ചക്കളർ ഇരിക്കുന്ന പേസ്റ്റ് അങ്ങനെ എടുക്കും. ലേശം ഇങ്ങോട്ട് അത് ലേശം തേങ്ങാപ്പാൽ 1 പാല് 2 പാല് 3 പാല് എല്ലാം കൂടി കലക്കിയതാണ്. കലക്കിയിട്ട് അത് ഒന്ന് ഇതാക്കും. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇതിനകത്ത് ആടി തരുന്നു, അത് കുഴപ്പമില്ല. അപ്പൊ ഇത് ഇറച്ചി വേകാൻ കൂടിയുള്ള സംഭവം. അത് വെച്ചാൽ ഇളയ താറാവ് മേടിച്ചത്.
അപ്പൊ ഇനി താറാവിനെ കൂടി അങ്ങനെ ഇടിയായി നമ്മൾ പൊളിച്ചെടിയാക്കി വെച്ച് താറാവ് അങ്ങനെ തന്നെ ഇടിയായി. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഗ്രേവി ഒന്നും ഉണ്ടാകത്തില്ല. ഏകദേശം മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മതി. അതാണ് നമ്മൾ ഇത്ര വെള്ളം ചേർത്ത്. ഇത് വെന്ത് കഴിയുമ്പോൾ അത് ഗ്രേവി ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തേക്കണം. ഉപ്പ് ചേർക്കാൻ മറക്കണം, എന്റെ കുഴപ്പമില്ല. ഞാൻ ഉപ്പ് ചേർക്കുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തേക്കണം. ഞാൻ 2 വട്ടം ചേർത്തിട്ടുണ്ട്, അത് മതിയാവും. ഓക്കെ, അപ്പൊ നമ്മുടെ കറി സെറ്റായി നമ്മള് കുറച്ച് വേപ്പില കൂടി വെറുതെ ഇങ്ങനെ അടി കൊടുക്കണം. ഇതിപ്പോ ഗ്രേവി കുറവായിട്ടൊന്ന് ശരിയാക്കി. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒടുങ്ങി നിൽക്കുമ്പോ തളിച്ചേക്കണം. കുത്തിലുണ്ടാണ്ടിരിക്കണേ. അപ്പൊ ഓക്കെ, സംഭവം സെറ്റാനുണ്ട്. താറാവിന്റെ ഒരു കാല് തന്നെ ഗ്രേവി ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കളർ പച്ചക്കളറായി. ഓക്കെ.